എഫേസ്യർ അധ്യായം 5. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തിന്റെ അനുകാരികളാകുവിൻ. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സൗരഭ്യമുള്ള വഴിപാടും യാഗവുമായി തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പിന്റെയോ ഏതെങ്കിലും അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിന്റെയോ പേരുപോലും കേൾക്കരുത്. അങ്ങനെയാണ് വിശുദ്ധർ ജീവിക്കേണ്ടത്. അസഭ്യം, വ്യർത്ഥഭാഷണം, അശ്ലീല ഫലിതം, ഇങ്ങനെ അയോഗ്യമായ യാതൊന്നും പാടില്ല. സ്തോത്രം അത്രേ വേണ്ടത്. ദുർവൃത്തൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ അത്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ യാതൊരു അവകാശവുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഇവയാൽ ദൈവക്രോധം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ പങ്കാളികൾ ആകരുത്. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദകരമായതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി നടക്കുവിൻ. സകല നന്മയും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളോട് ഒരു ബന്ധവും പാടില്ല. അവയെ ശാസിക്കുകയാണ് വേണ്ടത്. അവർ രഹസ്യമായി ചെയ്യുന്നത് പറയുക പോലും ലജ്ജാവഹമാണ്. എന്നാൽ വെളിച്ചത്താൽ വെളിപ്പെടുത്തുന്നത് എന്തും പ്രകടമായി തീരുന്നു. ദൃശ്യമായതെല്ലാം വെളിച്ചമാണല്ലോ. അതിനാൽ ഉറങ്ങുന്നവനെ ഉണരൂ, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കൂ, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ ശോഭിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവിവേകികളായിട്ടല്ല, വിവേകികളായി തന്നെ സൂക്ഷ്മതയോടെ ജീവിപ്പിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷരാകാതെ കർത്താവിന്റെ ഹിതം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് ദുർമാർഗ ജീവിതത്തിലേക്ക് വഴിതെളിക്കും. എന്നാൽ ആത്മാവ് നിറഞ്ഞവരാകുവിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിൻ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പിൻ. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിപ്പിൻ. ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയുടെ ശിരസും അതിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നു. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ക്രിസ്തു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം, മാലിന്യം എന്നിവ അശേഷം ഇല്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തനിക്കായി നിർത്തേണ്ടതിനും തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിധത്തിൽ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. ആരും ഒരിക്കലും തന്റെ ശരീരത്തെ വെറുത്തിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഈ കാരണത്താൽ ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതാണ്.